ഹലോ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ്. നമ്മുടെ പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മുടെ ഹെയർ എപ്പോഴും നല്ല ഷൈനി ആയി, നല്ല ഹെൽത്തി ആയി, മുടിയൊന്നും പൊഴിഞ്ഞു പോവാതെ നന്നായിട്ട് വളർന്നു വരണം. അങ്ങനെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഹെയർ നമുക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള കെയറും നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത്. ഒരു ഹെയർ ഓയിലും ഒരു ഹെയർ മാസ്കും ആണ്. അത് നമുക്ക് വീട്ടിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലും മാസ്കും ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ മുന്നേ ഒരു ഹെയർ ഓയിലിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെന്താന്ന് വെച്ചാൽ നാട്ടിലുള്ള കുറെ നാടൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരുപാട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടുന്നില്ല എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയും കൂടിയാണ് ഈ ഒരു വീഡിയോ. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലും ഹെയർ മാസ്കും ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ റeynaturalsന്റെ 4 ഓയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. 2 നാച്ചുറൽ ഓയിലും 2 എസെൻഷ്യൽ ഓയിലും ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കാസ്റ്റർ ആണ്, ഒന്ന് കോക്കനട്ട് ഓയിൽ ആണ്, പിന്നെ 2 എസെൻഷ്യൽ ഓയിൽ എന്ന് പറയുന്നത് ഒന്ന് ടീ ട്രീ ഓയിൽ ആണ്, ഒന്ന് റോസ്മേരി ഓയിൽ ആണ്. അപ്പോൾ ഇത് 4ഉം റeynaturalsന്റെ ഒരു കോംബോ ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ 4 ഓയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ റeynaturalsന്റെ എടുത്തു പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് 100% പ്യുവർ ആയിട്ടുള്ള അതുപോലെ തന്നെ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പൊ നമ്മുടെ ഹെയറിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്യുവർ ആയിട്ടുള്ള ഓയിൽ മാത്രമേ എപ്പോഴും യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള ഓരോ ബ്രാൻഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോൾ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഓയിൽ എല്ലാവരും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ കാസ്റ്റർ ഓയിൽ ആണ് എടുക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ കാസ്റ്റർ ഓയിൽ ആണ് എടുക്കുന്നത്. അടുത്തത് അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അതിന്റെ കൂടെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ ഞാൻ കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. കാരണം കാസ്റ്റർ ഓയിലിന്റെ കൺസിസ്റ്റൻസി പറയുന്നത് നല്ല തിക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ആ ഒരു കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും മിക്സ് ആക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ഓയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ കാസ്റ്റർ ഓയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പ് ഹൈഡ്രേറ്റ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പ് നാരിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലുള്ള പ്രോട്ടീനൊക്കെ പോവാതെ പ്രോട്ടീനൊക്കെ നന്നായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയാം. കോക്കനട്ട് ഓയിൽ പറയുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആയിട്ട് വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടെന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ഹെയർ ഓയിൽ ആയി കിട്ടും. അതിനുശേഷം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഓരോ ഡ്രോപ്പ് വീതം റോസ്മേരി എസെൻഷ്യൽ ഓയിലും ടീ ട്രീ ഓയിലും ആണ്. അപ്പൊ ഈ ടീ ട്രീ ഓയിൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് ടീ ട്രീ ഓയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പിന്നെ നമ്മുടെ ഈ സ്കാൽപ്പിൽ എക്സ്ട്രാ ഓയിൽ എക്സ്ട്രാ സെബം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ നന്നായിരിക്കും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ്. ഇതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ റോസ്മേരി എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും അതുപോലെ എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റോസ്മേരി എസെൻഷ്യൽ ഓയിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 4 ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഓയിൽ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും ഒക്കെ. അപ്പം ഞാനിത് ഒരു 10 സെക്കൻഡ് മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് ശേഷമാണ് ഞാൻ ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാനിത് ലൈറ്റ് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മൈക്രോവേവ് ഇല്ല എന്നാണെങ്കിൽ ജസ്റ്റ് ചൂടുവെള്ളം എടുത്തിട്ട് കുറച്ച് നല്ല തിളച്ച ചൂടുവെള്ളം എടുത്തിട്ട്
ആ പാത്രത്തിലേക്ക് ജസ്റ്റ് ഇത് ഒരു 10 സെക്കൻഡോളം ഇറക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു ലൈറ്റ് ചൂട് മാത്രമേ വേണ്ടൂ. അങ്ങനെ നിങ്ങൾ പാത്രത്തിൽ ഒഴിച്ചിട്ട് ചൂടാക്കാനൊന്നും വെക്കരുത്. ലൈറ്റ് ചൂടിലാണ് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ സ്കാൽപ്പിലാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കാരണം ഹെയറിലേക്ക് വേണ്ടിയിട്ടുള്ള മാസ്ക് നമ്മൾ അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് മസാജിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോകുന്നത് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാസ്ക് ഹെയറിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹെയർ നല്ല സിൽക്കി ഷൈനി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാജിക് മാസ്ക് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പം ഞാൻ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ നന്നായിട്ട് പഴുത്തിട്ട് തിന്നാൻ പറ്റാത്ത പഴമുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ പഴം, തിന്നാൻ പറ്റാത്ത നന്നായിട്ട് പഴുത്ത് നമ്മളെ തൊലിയൊക്കെ ഡാർക്ക് കളറായിട്ടുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 പഴവും 2 ടേബിൾ സ്പൂൺ ഹണിയും അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിലും ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതാ നമ്മുടെ ഹെയർ മാസ്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് ഞാൻ ഫുൾ ഹെയറിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ഈ ഒരു മാസ്ക് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്കാൽപ്പിൽ വേണമെങ്കിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഓയിലും മാസ്കും എന്നുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോ ഹെയറിലേക്കാണ് ഈ മാസ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഫുള്ളായിട്ട് ഹെയർ കവർ ചെയ്യുന്ന രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 3 ഇൻഗ്രീഡിയന്റും നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഷൈനി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സാധനങ്ങളാണ്. എന്താന്ന് വെച്ചാല് ബനാനയില് പഴത്തില് മെയിൻ ആയിട്ടുള്ളത് പൊട്ടാഷ്യം, ഒരുപാട് വൈറ്റമിൻസും ആണ്. അപ്പൊ അത് നമ്മുടെ ഹെയറിനെ നല്ല കണ്ടീഷൻ ചെയ്തിട്ട് വെക്കാനും നല്ല ഷൈനി ആയിട്ട് വെക്കാനൊക്കെ നല്ലൊരു സാധനമാണ്. അപ്പൊ ഇങ്ങനെ വീട്ടിലിങ്ങനെ പെഴുത്തിട്ട് പഴമൊക്കെ കളയുന്നതിന് പകരം അത് മാസ്ക് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ പൊതുവെ ഞാൻ ഈ വീട്ടില് മാസ്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വീട്ടില് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന സാധനം വെച്ചിട്ടാണ് ഞാൻ പൊതുവെ ഉണ്ടാക്കാറ്. കാരണം ഇങ്ങനെ ഭയങ്കര ഫാൻസി സാധനങ്ങളൊക്കെ ആക്കുന്ന സമയത്ത് അത് എപ്പോഴും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിരിക്കണം എന്നൊന്നുമില്ല. അപ്പൊ വീട്ടില് നമുക്ക് കിട്ടുന്ന നല്ല നല്ല സാധനങ്ങൾ ഇങ്ങനെ നമ്മളിപ്പോ പഴമൊക്കെ എത്രയാ പഴുത്തിട്ട് വീട്ടിൽ നിന്ന് കളയാല്ലേ, അപ്പൊ അതൊക്കെ എടുത്തിട്ട് ഹെയർ മാസ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതാ ഞാൻ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇനി ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹെയർ ഓയിലും ഹെയർ മാസ്കും ആയിരുന്നു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഹെയർ ഓയിലിന് വേണ്ടി ഞാൻ റെയ്നാച്ചുറൽസിന്റെ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തത്. 4 ഓയിലായിരുന്നു. അപ്പൊ റെയ്നാച്ചുറൽസിന്റെ ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ കോൾഡ് പ്രസ് ആയിട്ടുള്ള 100% നാച്ചുറൽ ആയിട്ടുള്ള ഓയിലാണ്. എന്റെ അറിവില് എന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ഈ ഓയിൽ ഉണ്ടാക്കുമ്പോൾ കോക്കനട്ടിൽ ഇതിലൊന്നും ഹീറ്റ് കൊടുക്കാതെ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ആ രീതിയിലാണ് അതിന്റെ പ്യുവർ ആയിട്ടുള്ള കണ്ടന്റ് ആണ് അവർ എടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് അവർ ഓയിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ റെയ്നാച്ചുറൽസിന്റെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഓയിലും മാസ്കും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഹെയർ ഭയങ്കര ഫ്രിസി ആയിട്ടൊക്കെയുള്ള ഹെയർ ആണെങ്കിൽ വീക്ക്ലി വൺസ് നിങ്ങൾ ഒരിക്കൽ ഇത് ചെയ്താൽ മതി. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ നല്ല ഷൈനിയായി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.